ഈ അഴുക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. നിങ്ങൾ ഉള്ള ഓയിലും കൂടെ അത് വലിച്ചെടുത്തിട്ട് സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആക്കും. അതൊരിക്കലും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ 100 സെറംസ് നിങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങളുടെ സ്കിൻ ഇഷ്യൂ ഏതാണോ അതിൻ്റെ പ്രോബ്ലം ഉള്ള സെറംസ് അത് മിക്കവാറും പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും റെറ്റോൾ യൂസ് ചെയ്യണം. 3 ദിവസമോ 4 ദിവസമോ മാത്രമേ യൂസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിന് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സെറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ അല്ലാണ്ട് അണ്ടർ ഐ ക്രീമും കണ്ണിക്കണ്ട സെറവും നിയാസിനും ഹൈഡ്രോണിക് ആസിഡും എല്ലാം കൂടി ഇപ്പോൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യേണ്ട. സാധാരണ വെള്ളം വെച്ചൊന്ന് ഫേസ് വാഷ് ചെയ്താൽ മതി. നിങ്ങളുടെ ഡ്രൈ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ. നമുക്ക് ഇപ്പോൾ ഉള്ള ഫേസ് വാഷുകളും നമ്മുടെ pH അധികം ആൾട്ടർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ടോണിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. വിറ്റാമിൻ സി ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ഇനി എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വിറ്റാമിൻ സി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നോ ഫ്ലേക്കി സ്കിന്നോ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. അത് പോകാം. പക്ഷെ നിങ്ങൾ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേസിക് സ്കിൻ കെയർ റുട്ടീൻ, അതായത് 101 ഓഫ് സ്കിൻ കെയർ റുട്ടീനാണ്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇടാം. ഫസ്റ്റ് നമുക്ക് നൈറ്റും തുടങ്ങാം. കാരണം നമ്മൾ നൈറ്റും തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നൈറ്റും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ എല്ലാ സ്കിൻ കെയർ റുട്ടീൻ്റെ വീഡിയോയിലും പറയും, നിങ്ങൾ നൈറ്റിലാണ് സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡബിൾ ക്ലെൻസിങ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഡബിൾ ക്ലെൻസ് ചെയ്യണമെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങിക്കോ. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ വെച്ചു. പക്ഷെ നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, നമ്മുടെ മുഖത്ത് അഴുക്കുണ്ട്. ഈ അഴുക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഒന്ന്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാലും ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ മോക്കുരു വരും. ഒന്ന്. പിന്നെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് തോന്നിക്കും. കാരണം ഈ അഴുക്കെല്ലാം കൂടെ മുഖത്തിരിക്കല് ഡെഡ് സ്കിൻസ് ഓവറായിട്ട് വരാനൊക്കെ തുടങ്ങും. നൈറ്റിൽ ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്തോ ആയിക്കോട്ടെ, ഡ്രൈ, ഓയിലി, സെൻസിറ്റീവ്, ആക്നെ പ്രോൺ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നൈറ്റിൽ ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറയുമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മിസലർ വാട്ടർ യൂസ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ എന്ന് പറയുന്ന പോയിന്റ് ഞാനിപ്പോൾ എടുക്കുന്നത് മിസലർ വാട്ടർ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മിസലർ വാട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് വെയിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഡ്രാഗ് ചെയ്യും മിസലർ വാട്ടർ ഇട്ടിട്ട് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് വലിയാനൊക്കെ ഉള്ള സാധ്യത, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പെട്ടെന്ന് വരും. ഇപ്പം നിങ്ങൾക്കൊരു കൂടുതൽ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ബാംസ് യൂസ് ചെയ്യാം. പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാം യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ കുറച്ച് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ഓയിൽസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ DHCയുടെ ഒക്കെ നല്ല ക്ലെൻസിങ് ഓയിൽ കിട്ടും. ക്ലെയർ ഉണ്ട്, പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ഓയിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ഓയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ചിട്ടൊരു ഫേസ് വാഷ് സെലക്ട് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ജെൻറ്റിൽ ഫേസ് വാഷിനോട്ട് ഫോക്കസ് ചെയ്യുക. അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഡ്രൈ സ്കിൻ അല്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറവാണ്. ഇപ്പം നിങ്ങളൊരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ഫോമിങ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതിനകത്തുള്ള സർഫാക്റ്റൻസ് കാരണം അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് കാരണം നിങ്ങൾ ഉള്ള ഓയിലും കൂടെ അത് വലിച്ചെടുത്തിട്ട് സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആക്കും. അതൊരിക്കലും ഉണ്ടാവാതിരിക്കാനാണ് നമ്മളെപ്പോഴും ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് നോർമൽ ടു ഡ്രൈ സ്കിൻകാരും സെൻസിറ്റീവ് സ്കിൻകാരും യൂസ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളതൊരു ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ്, നിങ്ങൾ നല്ല മോക്കുരുണ്ടെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് വെച്ചിട്ടുള്ള ഫേസ് വാഷ്, ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ആക്നെ പ്രോൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഇത് രണ്ടും ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിഫ്രഷ്മെൻറ്റ് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സിറം, അതല്ലെങ്കിൽ ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ്. അതായത് നമുക്ക് മെയിൻലി നമ്മുടെ മുഖത്ത് പ്രധാനമായിട്ട് 5 മെയിൻ ഇഷ്യൂസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഒന്നുകിൽ പിമ്പിൾസ്, അതല്ലെങ്കിൽ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ സാഗിങ്, അതായത് തൂങ്ങിക്കിടക്കുന്ന കണക്ക് തോന്നും. പിന്നെ അഞ്ചാമത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് അലർജി, പിന്നെ റെഡ്നെസ്, അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈനെസ് ആണ്, ഇഷ്കീമിയ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇത് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഹോർമോണൽ ആക്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. അങ്ങനെയുള്ളത്. അതല്ലാതെ നോർമൽ ഫൈൻ ലൈൻസും ബ്രേക്ക് ഔട്ട്സും പിഗ്മെൻറ്റേഷനും റെഡ്നെസ്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ടുള്ള സെറംസ് യൂസ് ചെയ്യാം. അതായത് ഒരു 100 സെറംസ് നിങ്ങൾ വാങ്ങിക്കുന്നത്, നിങ്ങളുടെ സ്കിൻ ഇഷ്യൂ ഏതാണോ അതിൻ്റെ പ്രോബ്ലം ഉള്ള സെറംസ്, അത് മിക്കവാറും നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 1 ടൈം യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ നൈറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ
ഒന്ന് നമ്മൾ വെറുതെ കാമായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. നമ്മുടെ സ്കിൻ ഒരുപാട് മോർണിംഗിലുള്ള സൺലൈറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ സൺലൈറ്റ് ഉണ്ടാവില്ല നൈറ്റിലാകുമ്പോഴേ. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്, അതായത് ആൻറ്റി ഓക്സിഡൻ്റ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ്, അതായത് നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മുടെ സ്കിന്നിലോട്ട് വരുന്നില്ല അന്തരീക്ഷത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് നമ്മുടെ സ്കിന്നൊന്ന് വർക്ക് ചെയ്യാതിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് അതിനൊന്ന് റീജുവനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയ ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം. റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്താണ് റെറ്റിനോൾ എന്നൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഏറ്റവും നിങ്ങൾക്ക് റെറ്റിനോളെന്ന് അടിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷനിലുള്ള റെറ്റിനോൾ അതിനകത്ത് നിന്ന് എടുക്കുക. ഇപ്പോൾ റിക്വലിൻ്റെ റെറ്റിനോൾ നല്ല കുറഞ്ഞ റെറ്റിനോളാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും നൈറ്റ് ക്രീംസ്, നമ്മുടെ ഡോട്ട് ആൻഡ് കിയുടെ നൈറ്റ് ക്രീമിലൊക്കെ റെറ്റിനോളുണ്ട്. ഇത് ഒലയുടെ റെറ്റിനോളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് മോയ്സ്ചറൈസർ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ റിക്വലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റെറ്റിനോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതൊരു സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും റെറ്റിനോൾ യൂസ് ചെയ്യണം. 3 ദിവസമോ 4 ദിവസമോ മാത്രമേ യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പെർജിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് റെറ്റിനോൾ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ പെർജിങ് വരുന്നത് നാച്ചുറലാണ്. അതൊരു 2 to 3 വീക്സ് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ 2 ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് നല്ല മോക്കുരു വരും. അതിനാണ് നമ്മൾ റെറ്റിനോൾ പെർജിങ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് മോക്കുരു കണക്ക് വരും. പക്ഷേ പെയിനിങ് ഇച്ചിങ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഏതാണോ അത് യൂസ് ചെയ്യാം. അത് ഈ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. അല്ല നിങ്ങളുടെ ഒരുപാട് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, സെൻറ്റ് ഇല്ലാത്ത മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാം. നിങ്ങളുടേത് ഒരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ സെറമൈഡ് മാത്രം, എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറിൽ ഞാൻ എപ്പോഴും നോക്കുന്നത് സെറമൈഡ്സ് ഉണ്ടോ എന്നാണ്. ഇപ്പം നിങ്ങൾക്കുള്ളത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ആൻഡ് കിയുടെ സെറമൈഡ് മോയ്സ്ചറൈസറോ റിക്വലിൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസറോ സെലക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റിൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസറോ ഡോക്ടർ ഷീത്തിൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസറോ സെലക്ട് ചെയ്യാം. എന്തായാലും ജെൽ ടൈപ്ഡ് ആയിരിക്കണം മോയ്സ്ചറൈസേഴ്സ് എന്ന് മാത്രം ശ്രദ്ധിക്കാം. ഇത്രയും യൂസ് ചെയ്താൽ മതി. ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾക്ക് ടാർഗറ്റഡ് പ്രോബ്ലംസ് തീരും. ഇതിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ആണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളിന് പകരം കോജിക് ആസിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിന് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സെറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇഷ്യൂ ഏതാണോ അതിന് വേണ്ടി യൂസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ആണെങ്കിൽ ഫസ്റ്റ് റെറ്റിനോൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആക്നെക്ക് നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അതല്ലെങ്കിൽ അസലിക് ആസിഡ്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡ്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മിനിമലിസ്റ്റിലുണ്ട്, ഡെർമോകോയിലുണ്ട്, ഡോക്ടർ ഷീറ്റിലൊക്കെ നമുക്ക് ഇത് കിട്ടും. കോജിക് ആസിഡ്, മസിലിക് ആസിഡും ഒക്കെ കിട്ടും. ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഉള്ള റെക്കമെൻഡേഷൻസ് ഞാൻ പറയുന്നേ ഉള്ളൂ. ഞാനൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ മാത്രം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇത് പറയുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ലിപ് ബാം നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ എലാസ്കോർബിക് ആസിഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോജിക് ആസിഡ് ലിപ് ബാമോ യൂസ് ചെയ്യുക. അല്ലാണ്ട് അണ്ടർ ഐ ക്രീമും കണ്ണിക്കണ്ട സെറവും നിയാസിനും ഹൈഡ്രോണിക് ആസിഡും എല്ലാം കൂടി ഇപ്പോൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യേണ്ട. നിങ്ങളുടെ പ്രശ്നം ഏതാണോ അത് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ബേസിക് സ്കിൻ കെയർ ചെയ്യുക. എന്നിട്ട് ഒരുപാട് സെറംസ് അഡപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ്റെ 101 ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി നമ്മൾ മോർണിംഗ് സ്കിൻ കെയറിലോട്ട് വരും. മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് നിങ്ങൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല, ഇവിടെ കുറച്ച് ട്രിക്നെസ് വേറെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നൈറ്റ് കിടന്നുറങ്ങി നിങ്ങൾക്ക് രാവിലെ അധികം നിങ്ങൾ വിയർക്കൊന്നുമില്ല, നിങ്ങളുടെ മുഖത്ത് അധികം അഴുക്കൊന്നുമില്ല, സലൈവ അങ്ങനെ ഒന്നുമില്ല, എങ്ങനെയാണോ നമ്മൾ കിടന്നത് അതുപോലെയാണ് രാവിലെ എണീക്കുന്നതെങ്കിൽ പില്ലോ കേസ് നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പില്ലോയിലൊന്നും ഒരുപാട് അഴുക്കുണ്ടാവില്ലല്ലോ. സാധാരണ വെള്ളം വെച്ചൊന്ന് ഫേസ് വാഷ് ചെയ്താൽ മതി നിങ്ങളുടെ ഡ്രൈ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ. പക്ഷേ നിങ്ങളുടേത് ഒരു എക്സ്ട്രീംലി ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളെ നൈറ്റ് യൂസ് ചെയ്ത ഫേസ് വാഷ് ഏതാണോ അത് യൂസ് ചെയ്തൊന്ന് ഫേസ് വാഷ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നകത്ത് ഓവറായിട്ട് ഓയിൽനെസ് ഇല്ലെങ്കിൽ ആ ഉള്ള ഓയിലിനെ വലിച്ചെടുത്ത് കളയണ്ട എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏതെങ്കിലും ഒരു ജെൻറ്റിൽ ഫേസ് വാഷ്, അതല്ല നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണ് അത് യൂസ് ചെയ്യാം. എന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ ഒരു ജെൻറ്റിൽ ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സെറത്തിലോട്ട് പോകാം. സെറം യൂസ് ചെയ്യുമ്പോൾ ടോണർ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ.
നമുക്കിപ്പോൾ ഉള്ള ഫേസ് വാഷുകളും നമ്മുടെ പി എച്ചിനെ അധികം ആൾട്ടർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ടോണിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് എന്ന് വെച്ചാൽ സെറമാണ്. ഇപ്പോൾ നമ്മൾ മോർണിംഗിൽ സെറം യൂസ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള സെറം യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ഫേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സെറം ഉണ്ടെങ്കിൽ വിറ്റാമിൻ, ഞാൻ ക്യാപ്സ്യൂൾ അല്ല യൂസ് ചെയ്യും പറഞ്ഞത്, വിറ്റാമിൻ ഇ സെറമായിട്ട് കിട്ടുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സെറം നോക്കിയിട്ട് അതിനകത്ത് വിറ്റാമിൻ ഇ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വിറ്റാമിൻ സി ആണ്. പിന്നെ ഒരു കാര്യമല്ലോ ജി, വിറ്റാമിൻ സി എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതല്ല. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്, നിങ്ങൾക്ക് ഒരുപാട് പീലിങ്ങും റെഡ്നെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ വിറ്റാമിൻ സി മാക്സിമം ഒഴിവാക്കുക. അതല്ല നിങ്ങളുടെ എക്സ്ട്രീംലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്, നമുക്ക് വേറെ സെറം യൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ ഒരു നോർമൽ വിറ്റാമിൻ സി നിങ്ങൾക്ക് പ്രശ്നം തരുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് വിറ്റാമിൻ സി ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇനി എന്താണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് വെച്ചാൽ ഞാൻ നൈറ്റ് ടൈമിൽ പറഞ്ഞില്ലേ, നമുക്ക് സണ്ണിൽ നിന്ന് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഒന്നും ഇല്ലാന്ന്. അതായത് നമ്മുടെ സണ്ണിൽ നിന്ന് റേസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പൊല്യൂഷനിൽ ഒരുപാട് ബാലൻസ് ഇലക്ട്രോൺസ്, അതായത് ഒരു ഓക്സിജൻ ഇങ്ങനെ കിടന്ന് ഓടി കളിക്കും. ഇത് നമ്മുടെ സ്കിന്നിൽ വന്ന് പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഫ്രീ റാഡിക്കൽസിന്. അപ്പം ആ ഫ്രീ റാഡിക്കൽസിനെ തടയാനായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങി ഫുഡൊക്കെ കഴിക്കണം, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. എക്സാക്ട്ലി സെയിം സാധനമാണ് നമ്മൾ സെറമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. വിറ്റാമിൻ സി എന്ന് പറയുന്ന ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിറ്റാമിൻ സി ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റെഡ്നെസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അസലിക് ആസിഡാണ്. രണ്ട് ഉപയോഗമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ അസലിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് റെഡ്നെസ്സിനെ ഒന്ന് കാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അസലിക് ആസിഡ് രണ്ടാമത് യൂസ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിയാസിനമൈഡ് യൂസ് ചെയ്യാം. ലൈക്ക് ഓക്കെ, ഇപ്പോൾ നിയാസിനമൈഡ് നല്ലതാണ്, പക്ഷേ ഞാൻ പറയുന്നത് ബേസിക് ആയിട്ടാണ് നമ്മളൊരു സെറം സെലക്ട് ചെയ്യുന്നതിൽ ഒന്നുകിൽ വിറ്റാമിൻ സി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വിറ്റാമിൻ സി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് സെലക്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് ബെസ്റ്റ്. പിന്നെയെന്ന് വെച്ചാൽ ഇനി അടുത്തത് സൺസ്ക്രീനിലോട്ട് പോകുമ്പം ഇപ്പം ഞാൻ എടുത്ത് പറയാം, ഇപ്പം എല്ലാവരും മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് അല്ലേ, മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നോ ഫ്ലേക്കി സ്കിന്നോ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങളത് ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓയിൽനെസ് ആണ്, നിങ്ങൾക്ക് കുറച്ച് ഒരു ഹൈഡ്രേഷനൊക്കെ വേണമെങ്കിൽ ക്രീമി ടെക്സ്റ്റുള്ള സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളതൊരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മാറ്റ് ഫിനിഷ് സെലക്ട് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരിക്കലും മാറ്റ് ഫിനിഷ് സെലക്ട് ചെയ്യരുത്. അതല്ല നിങ്ങൾക്കിപ്പം സൺസ്ക്രീനിൽ നിന്നല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഹൈഡ്രേഷൻ വേണമെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ എ സിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഒരു സൺസ്ക്രീനിലോട്ട് പോകാം. പക്ഷേ നിങ്ങൾ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മോർണിംഗിൽ ആൻറ്റി ഓക്സിഡൻറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ റെഡ്നെസ്സിൽ നിന്ന് കാം ചെയ്യുന്ന സെറംസ് സെലക്ട് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ സൺലൈറ്റ് ഉള്ളതുകൊണ്ടും കൂടെയാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് നേരം പുറത്ത് സണ്ണിൽ എക്സ്പോഷർ ഉള്ള ആളാണെങ്കിൽ മാക്സിമം ക്യാപ്പ് വിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ മാസ്ക് കോമൺ ആണ്, മാസ്ക് ഇടാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഒരു കുട പിടിക്കാൻ ശ്രദ്ധിക്കുക. അതല്ല അതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, മഴയാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കും. ഓൾറെഡി നമ്മൾ സൺസ്ക്രീനിൻ്റെ കുറേ ഡൗട്ടുകളെ പറ്റി പറഞ്ഞു തീർത്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കാം. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ഒരു വലിയ വിൻഡോയുടെ അണ്ടറിലാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റീ അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് സ്റ്റിക്ക് സൺസ്ക്രീൻ ഉണ്ട്, അതല്ലെങ്കിൽ പൗഡർ സൺസ്ക്രീനേക്കാളും ഏറ്റവും നല്ലത് സ്റ്റിക്ക് സൺസ്ക്രീനാണ്. സ്പ്രേ സൺസ്ക്രീനേക്കാളും നല്ലത് സ്റ്റിക്ക് സൺസ്ക്രീനാണ്. അത് നിങ്ങൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ തന്നെ റീ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. പിന്നെ അതല്ല നിങ്ങൾ കംപ്ലീറ്റ്ലി അകത്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് SPF 30 മതി. വീട്ടിനകത്താണെങ്കിലും സൺലൈറ്റ് എത്തും, പക്ഷേ അപ്പം നിങ്ങളുടെ SPF 30 ഉള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. അതല്ല കൂടുതൽ നേരം നിങ്ങൾ പുറത്താണെങ്കിൽ ഒരു SPF 50, പക്ഷേ എപ്പോഴും PA 3+ഓ 4+ഓ അതിനകത്ത് ഉണ്ടാവാൻ വേണ്ടിയും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ വിത്ത് സെറംസ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്കൊന്ന് ആഡപ്പ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതായിരിക്കും. ലക്ഷ്മി സൈനിങ്.